ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ജൂൺ 26 വരല്ലേ, അപ്പോൾ ഡ്രഗ്സ് ഡേനെ സംബന്ധിച്ചിട്ട് ഞാനൊരു പോസ്റ്റർ വരയ്ക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പ്ലക്കാർഡ് വേണമെങ്കിൽ വരയ്ക്കാം, പോസ്റ്റർ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ പോസ്റ്ററാണ് ഞാൻ വന്ന് വരയ്ക്കുക. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വല്ല വരയ്ക്കുന്ന വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ സ്കൂളൊക്കെ തുറന്നില്ലേ, നല്ല മഴയല്ലേ. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ മഴ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുട്ടീനാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു കുട്ടി ഓടുന്നത് പോലെയാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഒരു കൈ ഇങ്ങനെ പിടിക്കുക, ആ കുട്ടീനെ ഡ്രഗ്സിലേക്ക് പിടിക്കാൻ വരുന്ന പോലെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വാട്ടർ കളർ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. കളർ പെൻസിൽ, സ്കെച്ച്, പിന്നെ നോർമൽ ക്രയോണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൈ വരച്ചു കൊടുക്കാം. എളുപ്പമുള്ള പിക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫുൾ വീഡിയോ കാണണേ. അപ്പോൾ പിന്നെ നമ്മൾ നിലം ഒക്കെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കുന്ന സിഗരറ്റാണ്. അപ്പം അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തലോട്ടി അതൊക്കെയാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡിസൈന് എന്തായാലും കൊടുക്കാം. പിന്നെ മേലെ കുറച്ച് സ്ഥലം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തോട്ട്സ് എഴുതാനാണ്. തോട്ട്സ് എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു വാചകം. പിന്നെ ആ മാർജിൻ്റെ മുകളിൽ എഴുതാൻ ഡ്രഗ്സ് ഡേ എന്ന് എഴുതാനാണ്. അവിടെയും ഒരു മാർജിൻ ഇത്തിരി ഗ്യാപ്പിൽ വരച്ചേക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് കുപ്പികളും പിന്നെ ഗുളിക, സിറിഞ്ച് ഇതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മറ്റേ ഇല വരച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ചാവിൻ്റെ ഇല എന്തെങ്കിലാണ് അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഹൃദയം, പിന്നെ കരളം തോന്നുന്നു, അല്ല കരളല്ല, അപ്പോൾ അത് വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല, മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ കഞ്ചാവിൻ്റെ പൊടിയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വരച്ച് കഴിഞ്ഞ് കൈയൊക്കെ ഒന്ന് ശരിക്കും വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഞാൻ വരയ്ക്കുന്നത് കുറച്ച് ഭൂതങ്ങളും ഇതൊക്കെ പിടിക്കാൻ വരുന്ന രീതിയിലാണ് പിന്നെ ഞാൻ വരയ്ക്കണത്. നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന അത് പിടിക്കാൻ വേറെ വല്ല ഇതും വരച്ചു കൊടുക്കാം. ഞാൻ എളുപ്പമായിട്ടുള്ളതാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇനി കുറേ ക്രാഫ്റ്റ് വീഡിയോസും ഡാൻസ് വീഡിയോസും ഡ്രോയിങ് വീഡിയോസൊക്കെ വരുന്നതാണ്. എല്ലാവരും ഒന്ന് കാണാത്, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനും കണ്ടതിനും ലൈക്ക് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ പറയാം, എൻ്റെ പേര് ചഞ്ചൽ ഓജി എന്നാണ്. ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത്. അപ്പം ഞാൻ ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് എല്ലാതും ഒന്ന് ഔട്ട്ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു തോട്ട് പോലെ എഴുതിയെന്ന് പറഞ്ഞില്ലേ, ചെറിയ വാചകം, അതാണ് കീപ്പ് എവേ ഫ്രം ഡ്രഗ്സ്. അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല തോട്ട്സ് സെൻറ്റൻസ് എഴുതാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനത് വരച്ച് കഴിഞ്ഞിട്ട് ആ പെൻസിൽ കൊണ്ട് വന്ന ഭാഗങ്ങളൊക്കെ ഞാൻ മായ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്കെച്ച് കൊണ്ട് വരച്ചപ്പോൾ തോന്നിയ പോലെയാണ് വരച്ചത്. അപ്പോൾ പെൻസിൽ ഇത് കാണുന്നത് മുഴുവൻ ഞാൻ മായ്ച്ചു കൊടുക്കും കേട്ടോ.
അപ്പം നമുക്ക് എല്ലാതും ചെയ്തെടുത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് കളർ എടുക്കാം. അപ്പോൾ ഞാൻ തന്നെ കളർ പെൻസിൽ എടുത്തിട്ട് ഓറഞ്ച് കളറ് ഫേസിന് ഔട്ട്ലൈൻ പോലെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ക്രയോൺ കൊണ്ട് ക്രീം കളർ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഡ്രസ്സിന് കൊടുക്കുന്നത് ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ അതിന് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ബ്ലൂ കൊണ്ട് ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. പാൻറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അത് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഇടാനത്. അപ്പോൾ ഇനി മുതൽ ഞാൻ കേട്ടും ഇടുന്നതായിരിക്കും. ബ്ലാക്ക് പാൻ്റാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെരുപ്പിനും ഞാൻ ആ കളർ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് കയ്യിനും ഇതുപോലെ ഞാൻ ഔട്ട്ലൈൻ എടുത്തിട്ട് കളർ കൊടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഇതിനും റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളറും എന്നിട്ട് ഔട്ട്ലൈനായി കൊടുത്തിട്ട് ഉള്ളിൽ ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ എടുത്ത് ഔട്ട്ലൈനായിട്ട് ഇല നന്നായി കൊടുക്കുന്നുണ്ട്. അത് ലൈറ്റ് ഗ്രീൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ റെഡ് കളർ എടുത്തിട്ട് ആ ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തും ഇതന്നെ അടിച്ചിട്ട് വരാം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും. എന്നിട്ട് ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് ഭൂതങ്ങൾ പോലെയില്ലേ അതിനൊക്കെ ജസ്റ്റ് ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിറിഞ്ചിനും സിഗരറ്റിനും കൊടുക്കുന്നുണ്ട്. സിഗരറ്റിന് ഞാൻ ഓറഞ്ച് കളർ പിന്നെ കൊടുത്തു. പിന്നെ മറ്റേ വൈറസ് പോലത്തെ സംഭവത്തിന് ഓറഞ്ച് കളർ അതും കൊടുത്തിട്ട് പിന്നെ റെഡ് കൊണ്ട് ഔട്ട്ലൈനാണ് കൊടുക്കണത് ഞാൻ. അതേപോലെ തന്നെ അതിനും ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ട് കുപ്പികൾക്കും കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നെ ഗുളികകൾക്ക് നമുക്ക് കളർ കൊടുക്കാം. ഇങ്ങനെ നീലയും യെല്ലോയും അങ്ങനത്തെ ഒരു കളറിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ രണ്ട് കൈകൾക്ക് മറ്റേ പിടിക്കാൻ വന്ന പോലത്തെ അതിന് ആദ്യം അടിയിൽ ബ്ലാക്ക് കൊടുത്തിട്ട് പിന്നെ മേലെ ക്രീം കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നിലം ഓണ ഭാഗത്ത് ഡാർക്ക് ബ്രൗണും അങ്ങനെ ലൈറ്റ് ബ്രൗണൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ആ കീപ്പ് എവേ ഫ്രം ഡ്രഗ്സിന് ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എഴുതാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ചുറ്റായിട്ടൊരു ഡിസൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഞാൻ റെഡ് കളർ എടുത്തിട്ട് ആ അപ്പുറത്തും ആ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കളറ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് വരാം. പിന്നെ ഓറഞ്ച് കളർ എടുത്തിട്ടും ഞാൻ അതിൻ്റെ മേലെ ലയിച്ച് പോണ പോലെ കൊടുക്കുന്നുണ്ട്. അതേ ഞാൻ യെല്ലോയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഞാൻ ആ ഡിസൈൻ ചെയ്ത ഭാഗത്ത് ബ്ലാക്ക് കളർ കൊടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ യെല്ലോ സ്കെച്ചും ഓറഞ്ച് സ്കെച്ചും ഞാൻ എടുത്തിട്ടുണ്ട്. അതിലെ എഴുതിയതിനുള്ളിൽ യെല്ലോ സ്കെച്ച് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഓറഞ്ച് സ്കെച്ച് കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കണത് പിങ്ക് സ്കെച്ചാണ് മേലെ ഡ്രഗ്സ് ഡേ എന്ന് എഴുതാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം പിങ്ക് സ്കെച്ചാണ് ഞാൻ എടുക്കണത്. അപ്പോൾ അതെടുത്തിട്ട് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഡിസൈൻ വേറെ വല്ല കളറ് എടുക്കാം. എന്നിട്ട് ഞാൻ അടിയിൽ എൻ്റെ പേര് എൻ്റെ ക്ലാസ്സും എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിക്ചർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവരെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.